ഇപ്പോൾ നിലവിലുള്ളത് കൊണ്ടല്ല, മറിച്ച് അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്ന ദൈവപ്രവൃത്തിക്കനുസൃതമായി കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിക്കൊള്ളുക. നിങ്ങളുടെ അവസ്ഥ ശഠേന്ന് മാറാൻ പോവാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്തായാലും അത് പെട്ടെന്ന് മാറും. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. അത് നിങ്ങളെ എല്ലാ നിലയിലും മാനിക്കുന്നൊരു ദൈവപ്രവൃത്തിയാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ ആ ദൈവപ്രവൃത്തിക്ക് ഒത്തവണ്ണമായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യാൻ തയ്യാറാകേണ്ടത്. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നമ്മളോട് പറയുന്ന ഈ വിലപ്പെട്ട ദൂതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുൻപിലുള്ളതായ അത്ഭുതത്തെ സ്വീകരിക്കാൻ നമുക്കങ്ങ് തയ്യാറാകാം. ലോകമെങ്ങും ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സ്നേഹനിധികളായ സഹോദരങ്ങൾക്കും ഉന്നതനായ ക്രിസ്തുയേശുവിൻ്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സ്നേഹവന്ദനം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 11-12 വേദഭാഗങ്ങളിൽ നിന്നാണ് ഇന്നത്തെ ദൈവാലോചന പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. നമുക്ക് കേട്ടാലോ? എൻ്റെ ശിഷ്യന്മാരോടുകൂടി പെസഹ കഴിക്കുന്നതിനുള്ള ഭോജനശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നുവെന്ന് ഗൃഹനാഥനോട് പറയണം. തൻ്റെ ശിഷ്യന്മാരെ പെസഹ കഴിക്കുവാനുള്ള സ്ഥലം ഒരുക്കുവാൻ വേണ്ടി യേശു പറഞ്ഞയക്കുന്ന സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് യേശു പറഞ്ഞ കാര്യമാണ്: നിങ്ങൾ പോകുമ്പോൾ വെള്ളവും കുടവും ചുമന്നുകൊണ്ടുവരുന്ന ഒരു പുരുഷനെ നിങ്ങൾ കാണും. ആ കാണുന്ന വ്യക്തിയോട് നിങ്ങൾ ചോദിക്കണം, എന്താണ്? എൻ്റെ ശിഷ്യന്മാരോടുകൂടെ പെസഹ കഴിക്കുന്നതിനുള്ള ഭോജനശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് ഗൃഹനാഥനോട് പറയണം. അടുത്ത വാക്കാണ് ശ്രദ്ധിച്ചു കേൾക്കേണ്ടത്: വിരിച്ചൊരുക്കുക. വിശാലമായ മാളിക മുറി അയാൾ കാണിച്ചു തരും. അവിടെ നിങ്ങൾ ഒരുക്കുക. നിലവിൽ ഒരു വിരുന്നുശാലയോ സ്വന്തമായൊരു ഇരിപ്പിടമോ പോലും ഇല്ലാത്ത ആ വല്ലാത്തൊരു സാഹചര്യത്തിന് നടുവിൽ നിൽക്കുന്ന ശിഷ്യന്മാരോടാണ് യേശു പറയുന്നത്: നിങ്ങൾ പോവുക. ഇന്നത്തെ വിരുന്ന്, ഇന്നത്തെ പെസഹ നാം നടത്താൻ പോകുന്ന സ്ഥലം അല്പം ദൂരെ കടന്നു ചെല്ലുമ്പോൾ വിരിച്ചൊരുക്കപ്പെട്ട നിലയിൽ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ആ അനുഗ്രഹീതമായ മാളിക മുറിയിലാണ് ഇന്നത്തെ നമ്മളുടെ ആത്മീക ആഘോഷം, നമ്മളുടെ ഈ ഒരു പരിപാടി നടക്കാൻ പോകുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാവിലെ പറയട്ടെ, തൊട്ടു മുൻപിൽ വലിയ ചില ആവശ്യങ്ങളെ നേരിട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ തൊട്ടടുത്ത നിമിഷം പരിഹരിക്കപ്പെടേണ്ട ചില വലിയ ആവശ്യങ്ങളെ നേരിട്ടുകൊണ്ട് യാതൊരു വഴിയും കാണാതെ എന്ത് ചെയ്യും, ആരോട് ചോദിക്കുമെന്ന് ചിന്തിച്ച് വളരെ വിഷമിച്ചിരിക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ വലിയ ദൈവകൃപയോടുകൂടെ പറയട്ടെ, ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്നൊരു കാഴ്ച ഞാൻ കാണുന്നുണ്ട്. ഈ ദൈവപ്രവൃത്തിയാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇതുവരെ വിചാരിക്കാത്ത ഒരു അതിശയകരമായ ദൈവിക കരുതൽ ഒരുക്കപ്പെട്ടത് വെളിപ്പെടാൻ പോവാണ്. നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇന്ന് രാവിലെ കടന്നു പോയതുകൊണ്ട് നിങ്ങൾക്കിതുവരെ ചിന്തിക്കാൻ കഴിയാത്ത ഒരു അത്ഭുതകരമായ ദൈവിക കരുതൽ നിങ്ങളുടെ വിഷയത്തിൻ്റെ പരിഹാരത്തിനായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇതിനകത്തുനിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞിരിക്കുന്ന 5 വെളിപ്പാടുകളാണ്, 5 ദൂതുകളാണ് നിങ്ങളോട് ഞാൻ കൈമാറാൻ പോകുന്നത്. ഒന്നാമത്, വിരിച്ചൊരുക്കിയ മാളിക മുറി കാണിച്ചു തരുമെന്ന് പറഞ്ഞ യേശുവിൻ്റെ ആ വാക്കിനെ ഇങ്ങെടുക്കുക. വിരിച്ച് ഒരുക്കപ്പെട്ടത്. ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്തു തരുമ്പോൾ എല്ലാ സെറ്റപ്പോടും കൂടെ ഉള്ളത് തന്നെ കർത്താവ് ഒരുക്കും. അവിടെ ചെന്നിട്ട് നിങ്ങളായിട്ട് ചിലത് കൂട്ടിച്ചേർക്കാൻ നിൽക്കേണ്ടതായിട്ട് വരത്തില്ല. പകരം നിങ്ങൾ കടന്നു ചെല്ലുമ്പോഴേ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയത് ഇത്രമേൽ പണി പൂർത്തീകരിക്കപ്പെട്ടത്, എല്ലാ ഫിനിഷിംഗ് വർക്കുകളും കഴിഞ്ഞ ഒരു ഇടമാണല്ലോ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയതെന്ന് നിങ്ങൾ പറയും. എല്ലാ അത്യാധുനിക സംവിധാനങ്ങളോടും കൂടിയ ഒരു ഇടം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് എൻ്റെ ദൂത് കേൾക്കാൻ കാത്തിരുന്ന ചില മുഖങ്ങളെ നോക്കിക്കൊണ്ട് വളരെ ആധികാരികമായി പറയുന്നു: നിന്റെ ജീവിതത്തിൻ്റെ മുൻപിൽ എൻ്റെ യേശു കർത്താവ്
അനുഗ്രഹീതവും പരിപൂർണമായി പണി കഴിപ്പിക്കപ്പെട്ടതുമായ ചില ഇടങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ് ദൈവം. അത് തന്നെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് ഓഫീസ് തുടക്കാൻ വേണ്ടിയാകാം, ജീവിതം അടുത്തത് മുന്നോട്ട് നയിക്കാൻ വേണ്ടിയാകാം, പുതിയൊരു വീട് മേടിക്കാൻ വേണ്ടിയാകാം, പുതിയൊരിടം ഒരുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന സകലരോടുമായിട്ട് പറയട്ടെ, പണിക്കുറ്റം തീർക്കപ്പെട്ടതൊന്ന് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വെളിപ്പെടും. ചെന്ന് കയറിയാൽ മതി, ബാക്കി എല്ലാം അവിടെ അറേഞ്ച്ഡാണ്. ഈ നിലയിൽ ദൈവം എനിക്ക് വേണ്ടി കരുതി എന്ന് ധൈര്യത്തോടും അഭിമാനത്തോടും ഒന്ന് തല ഉയർത്തി നിന്ന് പറയാൻ പറ്റുന്ന നിലയിലുള്ളത് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ എൻ്റെ കർത്താവ് നിങ്ങൾക്കായിട്ട് ഒരുക്കാൻ പോകുകയാണ്. വിരിച്ചൊരുക്കിയ മാളികമുറി ശിഷ്യന്മാരുടെ മുമ്പിൽ വെളിപ്പെട്ടതുപോലെ ദൈവത്തിൻ്റെ ക്രമീകരണങ്ങളെല്ലാം സംഗമിച്ചിരിക്കുന്ന, കരുതലുകളെല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സാധന സാമഗ്രികളുടെ ക്രമീകരണങ്ങളോടും കൂടിയ ഒരു ഇടം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തരാൻ പോവുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് പുറകിൽ സഭയിൽ ഒരു സഹോദരൻ വന്ന് പറഞ്ഞൊരു സാക്ഷ്യം ഒരു പക്ഷേ ഓൺലൈനിൽ ആരാധന ശ്രവിച്ചവർ കണ്ടിട്ടുണ്ടാകും. പാർക്കുന്ന ഇടത്ത് നിന്നും ഇറക്കി വിടുമെന്നുള്ള നിലയിൽ എൻ്റെ കൺമുമ്പിൽ വന്നു നിന്ന് കരഞ്ഞോണ്ട് ചോദിച്ചൊരു ചോദ്യമാണ്, ഞങ്ങൾ എങ്ങോട്ട് പോകും ദൈവദാസനെ, എങ്ങോട്ട് പോകും? പോകാനിടമില്ലാതെ വേദനയോടുകൂടെ ആ സങ്കടം പറഞ്ഞ് പ്രാർത്ഥിച്ച കെബി എന്ന് പറയുന്ന സഹോദരൻ്റെ സാക്ഷ്യമായി പറയുന്നത്, ആ മകനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വന്ന് അവരോടൊരു ദൂത് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി വിരിച്ചൊരുക്കിയൊരു മാളികമുറി പോലെയുള്ളൊരു ഇടം ദൈവം വിളിച്ചേൽപ്പിക്കും, നിങ്ങൾ അവിടെ താമസിക്കുമെന്ന് പറഞ്ഞു. ഇവർക്ക് ഈ വീട് ദൈവകൃപയാൽ പറഞ്ഞതുപോലെ തന്നെ ഒരുക്കപ്പെട്ടു വന്നു. കർത്താവിൻ്റെ വാക്ക് അവരുടെ ജീവിതത്തിൽ ഭവിച്ച സന്തോഷത്തിൻ്റെ സാക്ഷ്യം പറയാൻ അവർ വന്നു എന്ന് മാത്രമല്ല, അവർക്ക് ആ വീട് കൊടുത്ത ആളെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് അവർ ആരാധനയ്ക്ക് വന്നത്. ഞാൻ ആ വീട് കൊടുത്ത മനുഷ്യനെയും അവരുടെ സന്തോഷത്തെയും നേരിൽ കണ്ടു. ഞാൻ മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള അനേക ദൈവമക്കൾ അന്നത്തെ ആത്മിക ആരാധനയിൽ അവരുടെ സാക്ഷ്യം ലോകത്തോട് അവർ പറയുന്നത് കേട്ട് ദൈവത്തെ സ്തുതിച്ചു. ദൈവം നിനക്ക് ചിലതൊരുക്കി തരും. അന്ന് അവരെന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലുമില്ല പാസ്റ്ററെ, ഞങ്ങൾക്കിത് എങ്ങനെ ക്രമീകരിക്കപ്പെടുമെന്നുള്ളത് ആശ്ചര്യമാണ്, പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഞങ്ങളുടെ ജീവിതത്തിൽ ഭവിച്ചു. ഞാൻ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിന്റെ കയ്യിലെ പോക്കറ്റിൻ്റെ വലിപ്പമോ നിന്റെ കയ്യിലെ നിക്ഷേപത്തിൻ്റെ അളവോ നോക്കിയിട്ടല്ല ദൈവം കരുതലുകളെ ഡിസൈൻ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രാപ്തിക്കൊത്തവണ്ണമല്ല ദൈവത്തിൻ്റെ വാഗ്ദത്തം തുറക്കപ്പെടുന്നത്. നിന്റെ ചിന്തയ്ക്ക് നിന്റെ അവസ്ഥയ്ക്കും ഒത്തവണ്ണം കോർത്തിണക്കപ്പെടുത്തിയല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിലോട്ട് വരുന്നത്. അതിൻ്റെ സൂത്രധാരനും അതിൻ്റെ ഡിസൈനറും അതിൻ്റെ രൂപകർത്താവും ദൈവം തന്നെ എന്ന് വെളിപ്പെടുന്ന നിലയിൽ ദൈവ മഹത്വത്തിൻ്റെ വലിപ്പം അതിനകത്തുണ്ടാകും. ആയതിനാൽ ഇപ്പോഴത്തെ തകർന്ന തരിപ്പണമായ സാഹചര്യത്തിൻ്റെ അവശിഷ്ടങ്ങളുമായി കയ്യിൽ പിടിച്ചുകൊണ്ട് വരാൻ പോകുന്ന വലിയ ദൈവാത്ഭുതത്തെ വരവേൽക്കാൻ വേണ്ടി തൽക്കാലം തയ്യാറാകണ്ട. കയ്യിലിരിക്കുന്ന ഉടഞ്ഞതിനെയും കൂടെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ദൈവം നൽകുന്ന പുതുമയുള്ളതിനെ കൈനീട്ടി പ്രാപിക്കാൻ തയ്യാറായാട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിലൊരു നമ്മൾ പ്രാർത്ഥിച്ചൊരു ഭവനത്തിൻ്റെ കയറിത്താമസമാണ്. ആ വീട് പ്രാർത്ഥിച്ചു കൊടുക്കാനായി ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് എന്നോട് അവർ ചോദിച്ചു, പാസ്റ്ററെ, ഞങ്ങളുടെ കയ്യിൽ കുറേ പഴയ സാധനങ്ങളുണ്ട്, അത് ഞങ്ങളിങ്ങോട്ട് എടുത്തോട്ടെ? വേണ്ടാന്ന് പറഞ്ഞു. വേണ്ട. അയ്യോ, ഞങ്ങൾക്ക് അതില്ലെങ്കിൽ വേണ്ട, ഈ പഴയത് കൊണ്ട് ആ പുതിയ ഇടം നികത്താമെന്നുള്ള തീരുമാനം തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ പറഞ്ഞു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ആ ഭവനത്തിലേക്ക് വന്ന വ്യക്തികളിൽ ഒരാൾ അവർക്ക് കൊണ്ടുവന്ന് നൽകിയ സമ്മാനം, അവർ പഴയത് ഏത് ഇട്ട് നികത്താൻ ആഗ്രഹിച്ചോ ആ സ്ഥാനത്ത് നികത്താൻ വേണ്ട പുതിയതുമായിട്ടാണ് അവർ ആ ഭവനത്തിലേക്ക് വന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ നിങ്ങൾക്ക് പരിധികളില്ലാതെ വിശ്വസിക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന കരുതലുകളെ കണ്ണും പൂട്ടി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ വിശ്വസിച്ചിരിക്കുന്ന ആ വിശ്വാസം മാത്രം, ദൈവിക വിശ്വാസം മാത്രം മൂലധനമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള ചങ്കുറപ്പുണ്ടെങ്കിൽ
ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ലജ്ജിക്കപ്പെടാത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ അത് നിങ്ങളായിരിക്കുമെന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നു. എന്താണ് ഇത്ര ആധികാരികതയോടുകൂടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ കരുതുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഞാൻ ഇന്നും കണ്ടവനാണ്. പ്രൈസ് ദ ലോർഡ്. ദൈവം നിങ്ങൾക്കായി അത് ചെയ്യും. വിരിച്ചൊരുക്കിയത് കാണിച്ചു തരും. ആ വാക്ക് അതുപോലെ തന്നെ സംഭവിച്ചു. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ, എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയ ഒരു സ്ഥലം ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നെന്നെ കേൾക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. നിന്റെ നിസ്സഹായ അവസ്ഥയെ ഈ ദൂത് കൊണ്ട് ഒന്ന് പിടിച്ച് കുലുക്കാൻ തയ്യാറായിക്കേ. നിന്റെ ഇല്ലായ്മയുടെ സാഹചര്യത്തെ ഈ ദൂത് വെച്ച് നീ ഒന്ന് ജയിച്ചേ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നിന്റെ തകർന്ന സാഹചര്യത്തിൽ നീ തല താഴ്ത്തപ്പെടുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഈ വല്ലാത്ത പരിതസ്ഥിതിയെ ഈ ദൈവ ശബ്ദം കൊണ്ട് നീ ഒന്ന് തകിടം മറിച്ചേ. അതെ, നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇന്ന് വരെ കാണാത്തത് ദൈവം ഒരുക്കും. 2018 എൻ്റെ ഭവനത്തിൽ നിന്ന് കോട്ടയത്തേക്ക് ഞാൻ താമസം മാറി വരുമ്പോൾ എൻ്റെ കയ്യിൽ അന്നത്തെ ഞങ്ങളുടെ സാഹചര്യത്തിൽ ഒരു ഭവനം വാടകയ്ക്കെടുക്കാനുള്ളതായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടതായ സാധന സാമഗ്രികളന്ന് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളന്ന് ഒരു ചെറുപ്പക്കാരൻ, പെട്ടെന്ന് പരിചയപ്പെട്ടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞ ഒരു വാക്ക് കേട്ട് അവിടേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു സ്ഥലം ഒരുക്കി എന്ന് മാത്രമല്ല, മനോഹരമായൊരു ഫ്ലാറ്റാണ് ദൈവം നൽകിയത്. അതിനകത്തേക്ക് ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധമായ ഗൃഹോപകരണങ്ങളുമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യൻ വന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നൊരു കാഴ്ച ഞാൻ കണ്ടു. അയാളാണ് അന്ന് ഞങ്ങൾക്ക് വേണ്ടതായ സകലമാന സാധനങ്ങളും കൊണ്ട് നൽകിയത്. ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങൾ വെക്കുന്ന ചുവടുവെപ്പുകൾക്ക് അപ്പുറത്ത് നിങ്ങൾ ഞെട്ടുന്ന നിലയിലുള്ള കരുതലുകളെ നിങ്ങൾ കണ്ട് ദൈവത്തെ സ്തുതിക്കും. ഞാൻ ഇന്ന് രാവിലെ മനസ്സ് തകർന്ന് ഹൃദയം നുറുങ്ങി എനിക്ക് വഴികളില്ലല്ലോ എന്ന് പറഞ്ഞ് വേദനയോട്ടിരിക്കുന്ന നിന്നെ നോക്കി തന്നെ പറയട്ടെ, അങ്ങനൊരു വാക്ക് പറയാൻ ആരാ നിനക്ക് അനുവാദം തന്നെ? എനിക്കാരുമില്ലല്ലോ എന്നൊരു വാക്ക് പറയാൻ ആരാ നിനക്ക് അനുവാദം തന്നെ? യേശു നിൻ്റെ ആരാ? ദൈവപൈതലേ, കർത്താവ് നിൻ്റെ ആരാ? ആമേൻ. അങ്ങനാണെങ്കിൽ നീ എന്തിനാ അധൈര്യപ്പെടുന്നേ? ധൈര്യപ്പെട്ടേ. ഇന്ന് ഏറ്റവും കൂടുതൽ ദൈവം സഹായിക്കേണ്ട ആവശ്യത്തിലല്ലേ നീ ഇരിക്കുന്നേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ കർത്താവ് നിന്നെ സഹായിക്കാതിരിക്കുവോ? ഒന്ന് വിശ്വാസം പറഞ്ഞേ മക്കളെ. ധൈര്യപ്പെട്ടെ, കർത്താവിലേക്കൊന്ന് നോക്കിക്കേ. നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. യഹോവയിൽ പ്രത്യാശ വെക്കുക. ധൈര്യപ്പെട്ടെ, ഉറച്ചിരിക്കട്ടെ നിങ്ങളുടെ ഹൃദയം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇന്ന് ചേർത്ത് പിടിക്കുന്നത് നിങ്ങളെ ആയിരിക്കും. എന്നോട് മിനിഞ്ഞാന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററേ, ഈ നിമിഷം ലോകത്തിൽ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ഞാനാ. എനിക്ക് പാസ്റ്ററോട് ഈ വാക്കൊന്ന് പറയണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തിരിച്ചു പറഞ്ഞു, ഇന്നത്തെ ഏറ്റവും നല്ലൊരു ദൂതും എൻ്റെ വായിൽ ഇങ്ങനെ ഞാൻ ചവച്ചുകൊണ്ടാണ് നടക്കുന്നത്. അത് തരാൻ പറ്റുന്ന ഏറ്റവും അർഹനായ വ്യക്തി ആരാണെന്ന് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഇന്നാ പിടിച്ചോ. ദൈവം ഏറ്റവും വലിയ അനുഗ്രഹം നൽകി മാനിപ്പാൻ പോകുന്ന ഇന്ന് ഭൂമിയിലെ ഏറ്റവും ആവശ്യക്കാരനായിരിക്കുന്ന ആ വ്യക്തി നിങ്ങളായതുകൊണ്ട് ദൈവം ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കാൻ പോകുന്നത് നിങ്ങളെയാണ്. ജീസസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ്റെ ലൈഫിൽ ഒരു മിറക്കിൾ നടന്നു. ഞാൻ ഓർക്കുക, കർത്താവിൻ്റെ അതിശയങ്ങൾ എത്ര വലുതാണെന്നേ. നമ്മൾ പലപ്പോഴും പട്ടുപോയി ഇനി രക്ഷയില്ല എന്ന് പറയുന്ന ആ വല്ലാത്ത ജീവിതത്തിൻ്റെ ആ ഒരു വെട്ടിനകത്ത് കിടന്ന് കറങ്ങുമ്പോഴാണ് ദൈവത്തിൻ്റെ രാജകീയ അനുഗ്രഹങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ കയറി വരുന്നത്. സ്തോത്രം പറഞ്ഞു. നീ മാനിക്കപ്പെടാൻ പോവാ. വിശാലമായത് ദൈവം തുറക്കും. ആമേൻ. രണ്ടാമത്തെ ദൂത്, വിശാലമായത് കർത്താവ് തുറക്കും. വിരിച്ചൊരുക്കിയ വിശാലമായ മാളികമുറി. അതിലെ രണ്ടാമത്തെ വാക്ക് വിശാലമായതാണ്. ഇടുക്കങ്ങളിലും ഞെരുക്കങ്ങളിലും കഴിയുന്നവരോട് ഞാൻ പറയുന്നു, എന്നും ഈ സാഹചര്യമല്ല ഉള്ളത്. ദൈവം മോശയോട് ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ജനത്തിൻ്റെ ഞെരുക്കം ഞാൻ കണ്ടു. ഞെരുക്കങ്ങളെ കാണുന്നവനാ ദൈവം. ഞെരുക്കങ്ങളെ കാണുന്നവൻ മനസ്സിൻ്റെ ഞെരുക്കങ്ങൾ കാണും. പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന നിന്റെ ദുരിതം കർത്താവ് കാണും. ഈ ഞെരുങ്ങുന്നവരെ രക്ഷിക്കാനായി യേശു മുൾക്കിരീടത്തിനിടയിലേക്ക് കയറിയത്. മനസ്സിലായില്ലല്ലേ? വല്ലാത്ത ഞെരുക്കുന്ന, മുള്ളുപോലെ കുത്തി ഞെരുക്കുന്ന
വല്ലാത്ത വിപത്തുകൾക്കകത്ത് കിടന്ന് കറങ്ങുന്ന നമ്മളെ രക്ഷിക്കാനാ യേശുവിൻ്റെ ആരാധ്യമായ ശിരസ് 1000 മുള്ളുകളാൽ കുത്തി തകർക്കപ്പെട്ടത്. വിശുദ്ധ അൻസലേമാണ് ആ വാക്ക് പറഞ്ഞത്. യേശുവിൻ്റെ ആരാധ്യമായ ശിരസ് 1000 മുള്ളുകളാൽ കുത്തി തുളയ്ക്കപ്പെട്ടു. അതെ, എൻ്റെ കർത്താവിൻ്റെ ആരാധ്യമായ പരിശുദ്ധമായ ശിരസ് എന്തുകൊണ്ട് വിഷലിപ്തമായിരിക്കുന്ന മുള്ളുകൾക്കിടയിൽ ഞെരുങ്ങുവാൻ ഏൽപ്പിക്കപ്പെട്ടു? ആ മുള്ളുകൾ എന്തുകൊണ്ട് എൻ്റെ പരിശുദ്ധൻ്റെ ശിരസിനെ, എൻ്റെ രാജാവിൻ്റെ ശിരസിനെ കിരീടം പോലെ ഞെരുക്കി, കിരീടം പോലെ അമർന്ന് എന്തുകൊണ്ട് ആ ശിരസിനെ വേദനിപ്പിച്ചു? ഞെരുക്കങ്ങളെ കാണുന്നവൻ ഞെരുക്കങ്ങൾക്ക് പരിഹാരം വരുത്തി നമുക്കവൻ വിശാലത തന്നത് നമ്മുടെ ഞെരുക്കങ്ങളെ അവൻ ഏറ്റെടുത്തുകൊണ്ടാണ്. യേശു എനിക്ക് വേണ്ടി ഞെരുങ്ങി എന്നുള്ള ഒറ്റ വെളിപ്പാടിൻ്റെ മേൽ വിശാലതയുടെ അത്ഭുതവാതിൽ ഇന്ന് നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈ വാക്ക് എന്നോടുകൂടെ ഇപ്പോൾ പറയുന്നവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. ധൈര്യത്തോടെ പറ, യേശു എൻ്റെ ഞെരുക്കത്തെ എടുത്തിട്ട് തൻ്റെ വിശാലതയെ എനിക്ക് തന്നു. എൻ്റെ ഞെരുക്കം യേശു ഏറ്റെടുത്തിട്ട് തൻ്റെ വിശാലതയെ യേശു എനിക്ക് തന്നു. ഞാൻ വിശാലത പ്രാപിപ്പാൻ യേശു എനിക്ക് വേണ്ടി ഞെരുങ്ങുന്നവനായി തീർന്നു. ഞെരുക്കമേൽക്കുന്നവനായി ഞെരുക്കത്തിൻ്റെ തീവ്രതയിലൂടെ അവൻ കടന്നുപോയി. ഭൂമിയിൽ ഏറ്റവും വലിയ ഞെരുക്കം കൂർത്തുമൂർത്തതായ അഗ്രങ്ങളുള്ള വസ്തുക്കളാൽ നമ്മളെ കുത്തുമ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആ ഞെരുക്കത്തിൻ്റെ തീവ്രത, ഞെരുക്കങ്ങളുടെ പാരമ്യത എൻ്റെ യേശു അപ്പ എനിക്ക് വേണ്ടി ഏറ്റു. എന്തുകൊണ്ട്? ഒരു വിശാലത എനിക്ക് തരാൻ. ദൈവം ഞെരുക്കങ്ങളെ കാണുന്നവനാ, അവൻ വിശാലതകളെ സൃഷ്ടിക്കുന്നവനാ. ആമേൻ, 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 ആമേൻ പറഞ്ഞവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. യേശു ഞെരുക്കങ്ങളെ കാണുന്നവനാ, ഒപ്പം അവിടുന്ന് വിശാലതകളെ നമുക്ക് വേണ്ടി സൃഷ്ടിക്കുന്നവനും കൂടെയാണ്. വിശാലമായത് നിന്റെ ജീവിതത്തിൽ വരും എന്ന് ഞാൻ വിളിച്ചു പറയുന്നു. സ്തോത്രം പറഞ്ഞ ദൈവത്തിന് നന്ദി പറഞ്ഞതിനെ സ്വീകരിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ, ഒരുപാട് ഞെരുക്കങ്ങൾ അനുഭവിച്ച നിന്റെ ഞെരുക്കത്തിൻ്റെ നിലവിളി കേട്ട് വിശാല സ്ഥലത്തെത്തിക്കുന്ന കർത്താവിൻ്റെ പൊൻകരം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ചില സവിശേഷതകളേറിയ വിശാലമായ ഒരു സുവർണവാതിൽ തുറക്കാൻ പോകുകയാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്ക് എല്ലാ വിശാലതയുടെയും പാരമ്യതയെ കുറിക്കുന്ന പദമാണ്. കൂട്ടിൽ കിടക്കുന്ന ഒരു പക്ഷി കൂടിൻ്റെ ചെറിയ കിളിവാതിൽ തുറന്നു കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാലമത്രയും ചുരുങ്ങിയിരുന്ന തൻ്റെ ചിറകുകളെ ഒന്ന് വിരിച്ച് ഒന്ന് കുടഞ്ഞിട്ട് അവൻ മാനത്തോട്ടിങ്ങനെ ചിറകടിച്ച് കയറുന്ന പോലെ നിന്റെ ജീവിതത്തിൻ്റെ സകലമായ ഞെരുക്കങ്ങൾക്കിടയിൽ നിന്ന് നിന്നെ പുറത്തോട്ടിറക്കി സർവ സ്വാതന്ത്ര്യം അനുവദിച്ച് നൽകുന്ന സർവശക്തന്റെ പുതിയ സമ്മാനമായ സ്വതന്ത്ര ജീവിതം നീ ഇന്ന് പ്രാപിക്കും. ഗലാത്യർ 5:1 സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നിങ്ങളെ കുടുക്കുന്ന വാക്കുകളുമായി വരുന്നവരോട് സ്നോ പറഞ്ഞ് മാറിയേക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ ബന്ധിക്കാൻ താല്പര്യപ്പെടുന്നവർ നിങ്ങളുടെ ചുറ്റുപാടുമുണ്ട്. നിങ്ങളെ രാജസിംഹാസനത്തിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെട്ട് നിൽക്കെ നിങ്ങളെ പൊട്ടക്കിണറുകളിൽ എറിയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ദൈവം നിങ്ങളെ രാജരഥങ്ങളിൽ ഇരുത്താൻ ആഗ്രഹിക്കെ നിങ്ങളെ അടിമവണ്ടിയിൽ കയറ്റി നാട് കടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇവരുടെ എല്ലാം നടുവിൽ നിന്റെ വിശാലതയെയും സ്വാതന്ത്ര്യത്തെയും ഹനിക്കുമെന്ന് തോന്നുന്ന സകലത്തിൽ നിന്നും മാറിക്കോ. ദൈവം അനുവദിച്ചിരിക്കുന്നത് മതി എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ ദൂതൻ ആമേൻ പറഞ്ഞ് നിങ്ങളുടെ സവിശേഷമായ ജീവിതത്തിൻ്റെ വിശാലമായ ചുവടുവെപ്പ് ധൈര്യത്തോടെ വെച്ചോ. നിന്റെ കാൽ വഴുതത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന രണ്ടാമത്തെ വാക്ക് വിശാലമായത് കർത്താവ് നിനക്ക് വേണ്ടി തുറക്കുമെന്നാണ്. ആ ചെറിയ ജോലി, കുഞ്ഞു സാലറി,
അതുമായിട്ടിരിക്കുന്ന വലിയ സ്വപ്നമുള്ള കുഞ്ഞേ, കർത്താവിൻ്റെ ആത്മാവിൽ ഈ ദൈവാലോചന ഞാൻ നിന്റെ തലമേൽ വെക്കുന്നു. ദൈവം നിനക്ക് വേണ്ടി വിശാലമായത് തുറക്കും. ചെറിയ ബിസിനസ്സുകാർ വിശാലമായത് ചിന്തിച്ച് അതിനുവേണ്ടി സ്റ്റെപ്പ് വെച്ചേ. ചെറിയ സഭയുമായി മാത്രം ഇരിക്കുന്നവർ വലിയ സഭകളെ സ്വപ്നം കണ്ടേ, വലിയ കൂട്ടങ്ങളെ കണ്ടേ. ദൈവം നിങ്ങളുടെ 10,000-ങ്ങളെ സ്നാനപ്പെടുത്തുന്ന ദിവസത്തിനായി സ്തോത്രം ചെയ്തു തുടങ്ങിക്കേ. നിങ്ങളിലൂടെ 10,000-ങ്ങൾ സൗഖ്യമാകുന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. നിങ്ങളുടെ വാക്ക് 1000-ങ്ങളെ ബലപ്പെടുത്താൻ പോകുന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. നിങ്ങൾ വിശ്വാസത്തിൻ്റെ ഒരു അമാനുഷിക വൈഭവം പ്രാപിച്ച ഒരു വ്യക്തിയായിട്ടൊന്ന് തീർന്നേ. അത് നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ജീസസ്. വിശാലത. കയ്യിൽ ഒരു പൈസ എടുക്കാൻ ആ വാക്കിനി പറഞ്ഞേക്കരുത്. സമൃദ്ധിയുണ്ട് എനിക്ക്, ധനസമൃദ്ധി. ദൈവം അനുഗ്രഹിച്ച് നൽകിയ സമ്പത്തുണ്ട് എനിക്ക്. അത് പറയുന്ന മനുഷ്യരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ആയിത്തീരാൻ വെമ്പൽ കൊള്ളുന്ന ഹൃദയങ്ങളെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. നീ ദൈവം നിനക്കൊരുക്കുന്ന അനുഗ്രഹ സമൃദ്ധിയുടെ പരകോടികൾ ഉയർന്നു വരുമാറാകട്ടെ. ചെറിയതായിരിക്കുന്ന ഏതൊക്കെയോ ദുരിതം പേറുന്ന ജീവിതത്തിൻ്റെ ഇല്ലായ്മയുടെ തടങ്കൽ പാറകളിൽ കിടന്ന് സന്ധി ചെയ്യാതെ അതിനെ തകർത്ത് കളഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് ജീവിതത്തിൻ്റെ പുതിയ സമയങ്ങൾ ദൈവകൃപയിൽ മുന്നോട്ടേക്ക് കുതിച്ചു കയറാൻ ആത്മാവിലൊരു ബലം ദൈവത്തിൻ്റെ ആത്മാവ് തരികയാണ്. മൂന്നാമത്തേത് മാളിക മുറി എന്ന് പറയുന്ന വാക്കാണ്. മാളികയുള്ള മുറി, മാളിക മുറി, 2 നില വീടെന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉള്ളത്. ഒരു ഇരുനില എന്ന ഭവനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ധൈര്യത്തോടെ ദൈവത്തോട് ചോദിച്ചത് മുതൽ അതിനെ സ്വപ്നം കണ്ടേ. അതിനുള്ള അവകാശവും അത് ചോദിക്കാൻ, അങ്ങനൊരു ഭവനത്തിൽ പാർക്കാനുള്ള പ്രാപ്തിയും ദൈവികമായ യോഗ്യതയും എനിക്കുണ്ട് എന്ന് നിങ്ങൾ സ്വയം സമ്മതിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? അത്തരമൊരു കാര്യം ദൈവത്തോട് ചോദിക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കുമ്പോഴാണ്. എനിക്കിതിനുള്ളതായ യോഗ്യത ദൈവകൃപയാൽ ഉണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നിലയിൽ മാത്രം നിൽക്കാനല്ലെന്നേ, അടുത്തതിലേക്കൂടെ കയറണം. ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ഏക പരിപാടിയിൽ അങ്ങ് ഒതുങ്ങിക്കൂടാതെ അടുത്ത വിപുലീകരിക്കപ്പെട്ട നെക്സ്റ്റ് ബിസിനസ്സുകളിലേക്ക് ഗ്രോ ചെയ്യണം. അടുത്ത ഡെവലപ്മെൻറ്റ് സ്കീമുകളിലേക്ക് കാലെടുത്ത് വെക്കണം. അടുത്ത വിശാലമായ പദ്ധതി ഏതാ വെച്ചാൽ ആ പ്രൊജക്റ്റിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിക്കാനുള്ളതായ എല്ലാ സംവിധാനങ്ങളും നിങ്ങൾ ഒരുക്കണം. നിങ്ങളുടെ ജീവിതത്തോട് പറ, ഈ ഒരു നിലവാരത്തിൽ നിന്ന് നമ്മൾ അടുത്തതിലേക്ക് കുതിക്കാൻ പോകുകയാണ്, പണിയാൻ പോകുകയാണ്. ദൈവം അത് ചെയ്യും നമ്മുടെ ജീവിതത്തിൽ. സ്വന്തം ലൈഫിനോട് ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടിയായി നീ മാനിക്കപ്പെടുമെന്ന് ആര് പറയും ഇന്ന് രാവിലെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദമ്പതികളായ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരോട് ഞാൻ ഇന്ന് രാവിലെ പറയട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളികളെ ചേർത്ത് പിടിച്ചിട്ട് പറ, നമ്മൾ 2 പേര് നിൽക്കുന്ന പോലെ നമ്മുടെ ഒപ്പം ചേർന്ന് നിൽക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇരട്ട കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കാൻ പോവുകയാണ്. പറയുന്ന ഈ വാക്കൊക്കെ ജീസസ്. നിങ്ങൾക്ക് തലമുറ ജനിക്കത്തില്ലെന്ന് നിങ്ങളോട് പറയുന്ന പല വിധത്തിലുള്ളതായ ശാപം നിറഞ്ഞ അതരങ്ങളിലെ വാക്കുകളെ ഈ ദൈവിക അനുഗ്രഹത്തിൻ്റെ പദങ്ങൾ കൊണ്ട് കത്തിച്ചു കളഞ്ഞത്, എന്നിട്ട് സ്വന്തം ജനസിൽ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന തലമുറകളുടെ ജനനനാളുകളാണിതെന്നുള്ളത് ആത്മാവിൽ ഡിക്ലെയർ ചെയ്താട്ടെ. ദൈവം നിങ്ങളുടെ ഭവനത്തിൽ അത് ഒരുക്കും. ആമേൻ, ആമേൻ, ആമേൻ. കുസൃതി കുടുക്കകളുടെ കളിചിരികൾ കൊണ്ട് നിങ്ങളുടെ വീട് അലങ്കരിക്കപ്പെടും. ഓടി നടക്കുന്ന കുഞ്ഞുങ്ങളുടെ കളിചിരി തമാശകളുടെയും കളിപ്പാട്ടങ്ങളുടെ ശബ്ദത്തിൻ്റെയും ഒരു വേദിയായി നിന്റെ വീട് മാറും. ഇപ്പോഴത്തെ പരസ്പരം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുന്ന നിശബ്ദതയെ ദൈവം അവസാനിപ്പിക്കും. കുഞ്ഞുങ്ങളുടെ സ്വരം കൊണ്ട് നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. ജീവിതത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക്, അതിൻ്റെ ഇതുവരെയുള്ളതായ ആ ഒരു അടിസ്ഥാനങ്ങളിൽ നിന്ന് അതിൻ്റെ മട്ടുപ്പാവിലേക്ക് നാം കയറണം. അതിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് നാം വളരണം.
കുടുംബ ബന്ധങ്ങൾ അതിൻ്റെ അടുത്ത തലത്തിലേക്ക് വികാസം പ്രാപിക്കണം. ഒറ്റത്തടിയായിട്ട് നിൽക്കുന്ന യൗവനക്കാരൊക്കെ നല്ല അനുഗ്രഹീത വിവാഹത്തിന് തയ്യാറായിട്ട് ഇന്നു മുതൽ പ്രാർത്ഥിച്ചേ. ജീസസ്, നിന്റെ ജീവിതം അടുത്ത നിലവാരത്തിലേക്ക് ഉയരട്ടെന്ന യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഇനിയും പറയാൻ പോകുന്ന കാര്യം, അയാൾ കാണിച്ചു തരുമെന്നൊരു വാക്ക് യേശു പറഞ്ഞു. അയാൾ കാണിച്ചു തരും. അയാൾ ഇന്നത്തെ ഈ സന്ദേശത്തിലെ ഏറ്റവും മാസ്റ്റർ പീസ് വേർഡാണിത്. അയാൾ ആരാ? അയാൾ രംഗത്ത് വരും. അയാൾ രംഗത്ത് വരും. ഒന്ന് പറഞ്ഞേ, അയാൾ രംഗത്ത് വരും. അയാൾ രംഗത്ത് വരും. ആരാ അയാൾ? അയാൾ ആരാ? എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിപ്പാൻ ദൈവം ഭൂമിയിൽ ഒരുക്കിയിരിക്കുന്ന അയാൾ, ആ വ്യക്തി. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അയാൾക്ക് പല പേരായിന്ന്. പക്ഷെ അയാൾ രംഗത്ത് വരും. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന സകലരുടെയും ലൈഫിൽ അയാൾ രംഗത്ത് വരും, വന്നിരിക്കും. അയാളെ കൊണ്ടുവരും ഈ ദൈവാലോചനയുടെ ശക്തി. അയാൾ ഇന്ന് രംഗത്ത് വരും. അയാൾ രംഗത്ത് വരും. ആരാണ് അയാൾ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് വേണ്ടി പണിയിപ്പിക്കാൻ കാലങ്ങൾക്ക് പുറകെ ദൈവം ഒരുക്കിയ അയാൾ. നിനക്ക് വേണ്ടി ഇത് സജ്ജമാക്കാൻ ദൈവത്തിൻ്റെ കയ്യിലെ പണിക്കാരനായിട്ട് ഇത്രയും കാലം നിന്നയാൾ, അയാൾ രംഗത്ത് വരും. താൻ പറഞ്ഞ തൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ളതായ കരുതലിനെ വെളിപ്പെടുത്തുവാനുള്ള സമയമാകുമ്പോൾ നിന്നെ കൊണ്ടുപോയി മുൻപിൽ നിർത്തിയിട്ട് കർത്താവ് പറയും നിന്നോട്, ഞാൻ നിനക്ക് വേണ്ടി തരുമെന്ന് പറഞ്ഞത് നിനക്ക് വേണ്ടി ഒരുക്കാൻ ഞാൻ ഒരുക്കിയിരുന്ന വ്യക്തി ഇയാളാണ്. അയാൾ രംഗത്ത് വരും. ജീസസ് അടുത്ത വാക്ക് യേശു പറയുക, അയാൾ കാണിച്ചു തരുമെന്ന്. എൻ്റെ കണ്ണിൻ്റെ മുമ്പിലെ ശൂന്യതകൾക്കപ്പുറത്ത് എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം അയാളിലൂടെ എൻ്റെ ദൈവം വെളിപ്പെടുത്തും. 2, നീ കഷ്ടപ്പെടാതെ നിനക്കു വേണ്ടി മറ്റൊരുവനെ ദൈവം നിയോഗിച്ച് ചെയ്യിപ്പിച്ചതിൻ്റെ നന്മ പ്രാപിപ്പാൻ ദൈവം നിന്നെ വിളിച്ചു വരുത്തുമ്പോൾ നിനക്ക് വേണ്ടി ഇതൊക്കെയും ഒരുക്കിയ ആ അയാളെ ദൈവം നിന്റെ കൺമുമ്പിൽ കാണിച്ചു തരും. ആ വ്യക്തി നിനക്ക് വേണ്ടി കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ഒരുക്കപ്പെട്ടതൊക്കെയും കാണിച്ചു തരും. 3, നിനക്കായി ദൈവം പണി കഴിപ്പിച്ചത് അയാൾ കാണിച്ചു തരും. ഒരാമേൻ പറഞ്ഞേക്ക്. നിനക്കായി ദൈവം പണി കഴിപ്പിച്ചത് അയാൾ കാണിച്ചു തരും. പണി കഴിപ്പിച്ചത്, നിങ്ങൾക്ക് വേണ്ടി ദൈവം വരച്ചിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി ദൈവം വേർതിരിച്ചിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ആ അയാൾ ഇന്ന് നിങ്ങളുമായി കണക്കിടാകാൻ പോവുകയാണ്. ജീസസ് നിലവിലുള്ളത് കൊണ്ടൊന്നുമല്ല, ദൈവം കാണിച്ചു തരാൻ രംഗത്ത് കൊണ്ടു നിർത്തിയിരിക്കുന്ന അയാൾ കാണിച്ചു തരാൻ പോകുന്നതിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് വട്ടപൂജ്യമായിരുന്നിടത്തു നിന്നും ദൈവത്തിൻ്റെ 100ലേക്ക് അങ്ങോട്ട് കയറിയിട്ട് ഇന്ന് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായിരിക്കും. ആദ്യം പറഞ്ഞ മുഖവരയിലെ വാക്ക് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു. ഇപ്പോൾ നിലവിലുള്ളത് കൊണ്ടൊന്നുമല്ല, അയാളെ ദൈവം രംഗത്ത് കൊണ്ടുവരുമ്പോൾ ആ വ്യക്തിയിലൂടെ ദൈവം നിങ്ങൾക്ക് ഒരുക്കി തരുന്ന ആ 100 മേനിക്കകത്തോട്ട് എൻ്റർ ചെയ്തിട്ട് വിപുലീകരിക്കപ്പെട്ട നിലയിൽ നിന്റെ ജീവിതത്തിൻ്റെ ആഘോഷം ആരംഭിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാൻ പോവാണ്. അനുഗ്രഹിക്കപ്പെടുന്ന 1000 കുടുംബങ്ങളെ ഞാൻ കാണുന്നു ഇന്നത്തെ ഈ ദൂതിൻ്റെ നടുവിൽ. അതിലൊന്ന് നിൻ്റേതാണ്. ദൈവ പൈതലേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഓ ജീസസ്, ഈ ദൈവ ശബ്ദം വെറും വാക്കുകളല്ല. എനിക്കറിയാം, നല്ല മെഴുകുരുകുന്ന പോലെ ഈ ദൈവശക്തിക്കകത്ത് അനേകരുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ ഈ സ്വരം ഉരുകി പിടിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ചിലരുടെ ലൈഫിൽ ഇത് മാംസം ധരിക്കുകയാണ് ഈ വചനം. ചിലരുടെ ജീവിതത്തിൽ ഈ ദൈവ സ്വരം അതുപോലെ അച്ചട്ടായിട്ട് ഭവിക്കുകയാണ്. ഈ ദൈവകൃപയ്ക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ റേഫൽ ബ്രദോർ റിഗഷാധരകൾ ഖമാനിയാം ധരെ റാഫിൽ ബ്രദനും യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മക്കളുടെ ലൈഫിൽ ഇന്ന്
ദൈവം താൻ ഒരുക്കി വച്ചിരിക്കുന്ന വിപുലീകരിക്കപ്പെട്ട അനുഗ്രഹ സമൃദ്ധികളെല്ലാം അക്ഷരം പ്രതി അതുപോലെ ഇന്നത്തെ ദൂത് പ്രകാരം നിവർത്തിയാകട്ടെ, ഒന്നുപോലും കുറയാതെ. എൻ്റെ കൈകൾ ശൂന്യമായിരുന്നു, പക്ഷെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചത് എൻ്റെ ജീവിതത്തെ മുഴുവൻ നിറയ്ക്കുന്ന നിക്ഷേപങ്ങളായിരുന്നെന്ന് നിങ്ങൾ പറയത്തക്കവണ്ണം നിങ്ങളുടെ ലൈഫിനെ യേശു ക്രിസ്തു എന്ന ഈ ഭൂമിയിലെ ഏറ്റവും അത്യത്ഭുതവും ശക്തിമത്തായതുമായ വൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇത് സംഭവിച്ചിരിക്കുകയാൽ സ്തോത്രം. ഇന്നത്തെ ഈ ദൂതിനകത്തെ ഒരു ചെറുവാക്കേലും ആരെയൊക്കെ തൊട്ടിട്ടുണ്ടോ അവരുടെ എല്ലാ ലൈഫിൽ ഷഠേന്ന് കാര്യങ്ങൾ മാറട്ടെ. വേഗത്തിൽ ദൈവ പ്രവൃത്തി സംഭവിക്കട്ടെ. ഓ ജീസസ്, ഈ അഭിഷേകത്തിൽ ഇവരുടെ ലൈഫിനെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ഞെരുക്കങ്ങളും ഏറ്റ് ഞങ്ങളുടെ ജന്മത്തെ വിശാലമാക്കുവാൻ ക്രൂശിതനാവുകയും തലയിൽ മുൾക്കിരീടമേറ്റ് ഞങ്ങൾക്ക് വേണ്ടി അല്പം വെള്ളം പോലും കുടിപ്പാൻ കഴിയാതെ വണ്ണം കഠോരമായ ക്രൂശുമരണം വരിക്കുകയും ചെയ്ത ക്രിസ്തുയേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ ഞങ്ങളുടെ മക്കളെയെല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ നന്മകൾ ഞങ്ങളുടെ മേൽ അവിടുത്തെ ത്യാഗത്തിൻ്റെ പരിണിത ഫലമായി വന്നു നിറയട്ടെ. അപ്പായേ, ഇന്നത്തോടെ അങ്ങയുടെ മക്കളുടെ ജീവിതം പുതിയൊരു വിശാലതയിലേക്ക് വളർച്ച പ്രാപിച്ചിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. ഇന്നത്തെ നമ്മുടെ ഈ പ്രവചന ദൂത് നിങ്ങളുടെ ജീവിതത്തെ ശരിക്കും കർത്താവിൻ്റെ കൈ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു വന്ന് തൊടുന്നത് പോലെയുള്ളൊരു അനുഭവമായിരുന്നു എന്ന് എനിക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയുന്നു. ചെറിയ മാറ്റങ്ങളൊന്നുമല്ല ഇന്ന് നടന്നിട്ടുള്ളത്, വൻ കാര്യങ്ങളാണ്. അതിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഞാനാണ്. നമ്മുടെ ഈ ശുശ്രൂഷ നിമിത്തം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു, അഭിവൃദ്ധി പ്രാപിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷം ചെറുതൊന്നുമല്ല. ദയവ് ചെയ്ത് ആ സാക്ഷ്യങ്ങൾ എന്നെ വിളിച്ചറിയിക്കാതെ പോകരുത്. പിന്നെ ഈ ഞായറാഴ്ച നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നത് എവിടെയാണെന്നറിയാലോ? കോട്ടയം നാഗമ്പടം ഓക്സിജൻ ഡിജി ഷോപ്പിനോട് തൊട്ട് ചേർന്നിരിക്കുന്ന ഇന്ത്യൻ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിലാണ്, റെഡ് ക്രോസ് ഹാളിൽ. അതുകൊണ്ട് വരാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഈ സൺഡേ കർത്താവിനെ ആത്മാവിൽ സന്തോഷിച്ച് സ്തുതിച്ച് മടങ്ങാം. എല്ലാവരെയും ധാരാളമായി യേശുവപ്പ് അനുഗ്രഹിക്കട്ടെ. പിന്നെ ഒട്ടും സമയം കളയാതെ ഈ മെസ്സേജ് പരമാവധി നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ.